നമുക്ക് എങ്ങനെയാണ് ശരിയായ മെത്തേഡിൽ ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. കടകളിൽ നമുക്ക് ഗ്രീൻ ടീ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ലൂസായിട്ട്, പിന്നെ ടീ ബാഗ്സ് ആയിട്ട് കിട്ടും, ഫ്ലേവർ ഉള്ളത് കിട്ടും, ഓർഗാനിക് ഗ്രീൻ ടീ കിട്ടും. അപ്പോൾ എപ്പോഴും പച്ച നിറം കൂടുതലുള്ള ഗ്രീൻ ടീക്കാണ് ഗുണം കൂടുതൽ. അതുമാത്രമല്ല ടീ ബാഗ്സിനേക്കാളും നല്ലത് ലൂസായിട്ടുള്ള നമുക്ക് സ്പൂണിൽ കോരിയെടുത്തിടാൻ പറ്റുന്ന ഗ്രീൻ ടീ ആണ് ഏറ്റവും നല്ലത്. കാരണം ഇൻഫ്യൂഷൻ കൂടുതൽ കിട്ടുന്നത് ലൂസായിട്ടുള്ള ഗ്രീൻ ടീക്കാണ്. പാക്കറ്റ് ബാഗിനേക്കാളും നല്ലത്, ടീ ബാഗ്സിനേക്കാളും ഒരു കപ്പ് ഗ്രീൻ ടീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചാൽ ഉടനെ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഗ്രീൻ ടീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. പാത്രം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഗ്രീൻ ടീ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 30 സെക്കൻഡിനകം തന്നെ വെള്ളത്തിലേക്ക് ഇത് ഇറങ്ങി വന്നോളും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. എല്ലാ ഫ്ലേവറും അതിനകത്തേക്ക് ഇറങ്ങി വന്നോളും. ടീ ബാഗാണ് ഇടുന്നതെങ്കിൽ ഒരു ടീ ബാഗ് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ ഇല ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളം ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഗ്രീൻ ടീ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഗ്രീൻ ടീ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന് ഏകദേശം 1/2 ടീസ്പൂൺ ഗ്രീൻ ടീ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ടീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗ്രീൻ ടീ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കുന്നതാണ് നല്ലത്. പക്ഷേ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്, കാരണം അതിലൊരു ചെറിയ കയ്പുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷുഗർ, അത് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ശകലം തേനും കൂടി ആഡ് ചെയ്തിട്ട് കുടിക്കാം. അല്ലാതെ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 1 ഗ്ലാസ് ഗ്രീൻ ടീ ഒരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ആയുർവേദിക് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഹെർബൽ ടീ ആണ് ഗ്രീൻ ടീ. അപ്പോൾ ജനാനാസ് കിച്ചൺ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.